حمأة طين سواه وبث به روحا سر من أسرار الله علمه الأسماء جميعا سبحان العاطي بعطاء أسكنه في الجنة لكن إبليس الخادع أغوى فأنزله الله إلى الأرض ليعمرها ويعيش قضاء أنزله الله إلى الأرض ليعمرها ويعيش قضاء خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله. കാലവും ചരിത്രവുമില്ലാത്തടത്തു വെച്ച് ചരിത്രവീതി തുടങ്ങുകയാണ്. ഭൂമിയും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും നിറഞ്ഞ അണ്ഡകടാഹം അന്നില്ല. സമയസൂചിയുടെ ചലന നിശ്ചലനങ്ങളില്ല. അല്ലാഹു മാത്രം, ജഗന്നിയന്താവിന്റെ പ്രകാശം. നമ്മുടെ ചിന്താബോധമണ്ഡലങ്ങൾക്ക് സങ്കൽപ്പിക്കാനാവാത്ത വിസ്മയാവസ്ഥ. ഒരു ഘട്ടത്തിൽ അല്ലാഹു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഉറച്ചു. ആ നിശ്ചയം നടപ്പാക്കാൻ ഒരു കൽപ്പനയുടെ ആവശ്യമേയുള്ളൂ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ഭവിക്കട്ടെ എന്ന് പറയുകയേ വേണ്ടൂ. ആകാശവും ഭൂമിയും അവയ്ക്കിടയിലെ വസ്തുക്കളും 6 ദിവസം കൊണ്ടാണ് ഉണ്ടായത്. മനുഷ്യാനുഭവത്തിലെ പകലിരവുകളല്ല, ദൈവാത്ഭുതത്തിന്റെ 6 രാപ്പകലുകൾ. അല്ലാഹുവിനെ താണുവണങ്ങി മലക്കുകൾ മാത്രം. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു അവരോട് പറഞ്ഞു, കുഴപ്പക്കാരും അക്രമികളുമായ വർഗത്തെ എന്തിനു സൃഷ്ടിക്കണമെന്നായിരുന്നു മലക്കുകളുടെ ചോദ്യം. ഈ സംഭവം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വരച്ചിടുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي خَالِقٌ بَشَرًا مِّن صَلْصَالٍ مِّنْ حَمَإٍ مَّسْنُونٍ فَإِذَا سَوَّيْتُهُ وَنَفَخْتُ فِيهِ مِن رُّوحِي فَقَعُوا لَهُ سَاجِدِينَ. മലക്കുകളോട് താങ്കളുടെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം, നിശ്ചയം
ഞാൻ കളിമണ്ണിൽ നിന്നും മനുഷ്യനെ പടയ്ക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ അവനെ പടച്ച് ശരിപ്പെടുത്തുകയും എന്റെ ആത്മാവിൽ നിന്ന് അവനിലൂതുകയും ചെയ്താൽ അവന് നിങ്ങൾ സുജൂദ് ചെയ്യുക. അഹങ്കാരിയായ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. അഭിശപ്തനായ അവൻ എല്ലാ നന്മകളുടെയും ശത്രുവായി. തിന്മയുടെ ആൾരൂപമായി. ആദം നബി സ്വർഗത്തിലെ അന്തേവാസിയായി. കൂട്ടിന് ഹവ്വാ ബീവിയെയും പടച്ചു. ഇബ്ലീസിന്റെ കുതന്ത്രം മൂലം വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ ഇടവന്ന അവർക്ക് ഭൂമിയിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ ഉത്തരവുണ്ടായി. അല്ലെങ്കിലും ഭൂമിയിലേക്കായി പടയ്ക്കപ്പെട്ട മനുഷ്യൻ അവിടെ എത്തണമല്ലോ. ഭൂമിയിലേക്കുള്ള മനുഷ്യന്റെ ആഗമനം അല്ലലില്ലാത്ത സ്വർഗീയതയിൽ നിന്ന് പ്രശ്നസങ്കീർണമായ പുതുലോകത്തേക്കുള്ള യാത്ര. അല്ലാഹുവിന്റെ നിശ്ചയം അലംഘനീയമാണ്. ഹവ്വാ ബീവിയുടെ കൈപിടിച്ചുകൊണ്ട് ആദം നബി ഭൂമിയിലേക്കിറങ്ങി. എന്നാൽ ആ കൈവിടാൻ ദൈവകൽപ്പനയുണ്ടായി. ആദിപിതാവിന്റെ ഏകാന്തതയിലേക്കുള്ള ഈ ഇറക്കം ശ്രീലങ്കയിലെ ആദം മലയിലേക്കായിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹവ്വാ ബീവി ജിദ്ദയിലിറങ്ങിയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. ചരിത്രവും പാരമ്പര്യവുമാണ് ഇവിടെ പ്രധാന തെളിവ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ വിശ്വാസം എല്ലാ വിഭാഗം ജനങ്ങളിലുമുണ്ടായിരുന്നു. ആദം നബി ഇന്ത്യയിൽ നിന്ന് 40 തവണ ഹജ്ജ് യാത്ര നടത്തിയെന്ന വസ്തുത ഫത്ഹുൽ മുഈനിൽ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞതും ശ്രദ്ധേയമാണ്. ആദിപിതാവിന്റെ കാലടി പതിഞ്ഞ മണ്ണിലേക്കുള്ള ചരിത്രവീഥിയുടെ യാത്ര ശ്രീലങ്കയുടെ ഇന്നലകളിലേക്കുള്ളതുകൂടിയായിരുന്നു. മുത്തും മാണിക്യവും മരതകവുമൊക്കെ സുലഭമായിരുന്ന ശ്രീലങ്ക മരതകദ്വീപ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അറബികൾ സിലോൺ എന്ന് വിളിച്ചു. ഹൈന്ദവ പുരാണങ്ങളിൽ ശ്രീലങ്ക വ്യാപകമായി പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ആദിമ നിവാസികളെ വേദാസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവർക്കുമേൽ സിംഹളർ ആധിപത്യം സ്ഥാപിച്ചു. ഗ്രീക്കുകാരും റോമക്കാരും തങ്ങളുടെ പ്രധാന കച്ചവട കേന്ദ്രമായി രാജ്യത്തെ കണ്ടു. AD 7-8 നൂറ്റാണ്ടുകളിൽ അറബികളുടെ ആഗമനത്തോടെ ഗ്രീക്ക് റോമൻ സ്വാധീനം അവസാനിച്ചു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്നു. അതോടെ അറബികളുമായുള്ള ബന്ധം അറ്റുപോയി. തുടർന്ന് 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരെത്തി. 1948-ലാണ് ശ്രീലങ്ക സ്വതന്ത്രമായത്. ഇന്ത്യ പാക് പ്രശ്നത്തെപ്പോലെ തന്നെ ശ്രീലങ്കൻ സ്വാതന്ത്ര്യം തമിഴ് സിംഹള സ്വാരസ്യങ്ങൾക്ക് വഴിവെച്ചു. സിംഹള ഔദ്യോഗിക ഭാഷയാക്കിയതോടെ തങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്ന് തമിഴർക്ക് തോന്നി.
1970 മുതൽ ഈ സംഘർഷം ഏറിയും കുറഞ്ഞും തുടരുകയാണ്. വടക്കുകിഴക്കൻ പ്രദേശമായ ജാഫ്ന കേന്ദ്രമാക്കി തമിഴ് പുലികൾ ശ്രീലങ്കൻ സർക്കാരുമായി നിരന്തര പോരാട്ടത്തിലാണിപ്പോഴും. ഇസ്ലാമിക പണ്ഡിത ലോകത്തെ അഗ്രഗണ്യരായ ഇബ്നു കസീറും ഇബ്നു ജരീർ തൊബരിയും ആദം മലയിലാണ് ആദിപിതാവിന്റെ ആഗമനമെന്നത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 7362 അടി ഉയരമുള്ള ആദം മലയുടെ നെറുകയിലുള്ള കാലടി ആദം നബിയുടേതാണെന്ന് വിവിധ കാലഘട്ടങ്ങളിലായി മുസ്ലിം സമൂഹം വിശ്വസിച്ചു പോരുന്നു. രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ മലയാണിത്. തലസ്ഥാനമായ കൊളംബോയിൽ നിന്ന് 220 കിലോമീറ്റർ മാറി സബ്രംഗമുഖ സംസ്ഥാനത്തെ രത്നപുര ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആദം മലയുടെ ഏറ്റവും ഗാംഭീര്യമുള്ള കാഴ്ച കടലിൽ നിന്നാണത്രേ. കരയിലെത്തുന്നതിന് 9 ദിവസം മുമ്പ് തന്നെ ആദം മല ദൃശ്യമായതായി ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത തന്റെ യാത്രാവിവരണത്തിൽ പറയുന്നു. ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്തിന് ചാരെ സമുദ്രത്തിൽ വീണുകിടക്കുന്ന കണ്ണീർത്തുള്ളി പോലെ ശ്രീലങ്ക അനുഭവപ്പെടും. 65,525 കിലോമീറ്റർ വിസ്തൃതിയിൽ 9 സംസ്ഥാനങ്ങളും 25 ജില്ലകളുമുള്ള കൊച്ചു രാജ്യം. ഏറെ വികസന സാധ്യതകളുള്ള ഒരു രാജ്യം സംഘർഷത്തിന്റെ പിടിയിൽ മുരടിച്ചു നിൽക്കുന്ന അവസ്ഥയാണിന്ന്. ശ്രീലങ്കയുടെ മനോഹരമായ കാഴ്ചകൾ മനുഷ്യരക്തം കിനിയുന്ന ഈ കറുപ്പിനെ മറക്കാൻ പോന്നതാണ്. മസ്കലിയ വഴിയുള്ള റൂട്ടിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപൂർവസുന്ദരമായ കാഴ്ചകളാണ് എങ്ങും. വെള്ളച്ചാട്ടങ്ങളും കിളികളുടെ കളകളാരവങ്ങളും കാടിന്റെ സംഗീതവും കാറ്റിന്റെ താളവുമെല്ലാം നമ്മെ തൃപ്തിപ്പെടുത്താൻ മത്സരിക്കും പോലെ. കണ്ണാടി പോലെ തിളങ്ങുന്ന സുന്ദരമായ ബീച്ചുകൾ. കിളിപ്പച്ച നിറത്തിൽ തുണി വിരിച്ചിട്ട പോലെയുള്ള ഹരിതാഭ. കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് ആദം മല കാണാനാവും. തേയിലത്തോട്ടങ്ങളും തടാകങ്ങളും സുന്ദരമായി പരിപാലിക്കപ്പെടുന്ന റോഡുകളും കൃഷിയിടങ്ങളും കടന്ന് ഞങ്ങൾ ഡൽഹൌസിയിലെത്തി. ഇത് ആദം മലയുടെ വഴിയിലെ അവസാന ടൗണാണ്. ഇനി അങ്ങോട്ട് നടന്നു കയറണം. അനേകം തീർത്ഥാടകർ ഇവിടെ എത്തിയിരിക്കുന്നു. ബുദ്ധന്മാരാണ് മഹാഭൂരിഭാഗവും. ആദം മലയിലെ കാലടയാളം അവർക്ക് ബുദ്ധന്റെ തിരുപാദമാണ്. അതുകൊണ്ട് അവർ മലയെ ശ്രീപാദ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ശിവന്റെ കാലടയാളമെന്ന നിലയിൽ ഹിന്ദുക്കൾ ഇതിനെ ശിവനൊലി പാതയെന്ന് പരിചയപ്പെടുത്തുന്നു. അതുപോലെ സെയിന്റ് തോമസ് പുണ്യവാളന്റെ കാലടിയാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ എല്ലാ പ്രമുഖ വിശ്വാസങ്ങളുടെയും സംഗമസ്ഥാനമാണ് ഈ ഭൂമി. പകൽ 11:30 മണിക്കാണ് ഞങ്ങൾ ആദംമല ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയത്. 4000-ലധികം പടികൾ കയറി വേണം മുകളിലെത്താൻ. മുസ്ലിങ്ങൾക്ക് ഹജ്ജ് എന്ന പോലെ ബുദ്ധന്മാർ മലകയറ്റം പുണ്യമായി കരുതുന്നു. താഴെയുള്ള ചെറിയ അരുവിയിൽ കുളിച്ചാണ് അവർ കയറ്റം തുടങ്ങുക. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ്
ആദം മലയിലെത്താൻ ഏറ്റവും യോജിച്ച സമയം. മറ്റു സമയങ്ങളിലെ മഴ യാത്ര ദുഷ്കരമാക്കും. കൂടാതെ ഈ വഴിയിലുടനീളം വന്യമൃഗങ്ങളുമുണ്ടാകും. വൈകുന്നേരം കയറി തുടങ്ങി രാത്രി മലമുകളിൽ തങ്ങി പിറ്റേ ദിവസത്തെ സൂര്യോദയം കണ്ട് ഇറങ്ങുകയാണ് തീർത്ഥാടനത്തിന്റെ രീതി. വഴിയിലുടനീളം ബുദ്ധന്റെയും രാജാക്കന്മാരുടെയും വിവിധ ദൈവങ്ങളുടെയും പ്രതിമകൾ കാണാനായി. മനുഷ്യോൽപ്പത്തി മുതൽ വിവിധ ജനവിഭാഗങ്ങൾ കയറിയിറങ്ങിയ പുണ്യപാതയിലൂടെയുള്ള യാത്രയിൽ ആ തലമുറകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താതിരിക്കില്ല. ഇബ്നു ബത്തൂത്ത, മാർക്കോ പോളോ എന്നിവരെ പോലെയുള്ള ലോകപ്രശസ്ത സഞ്ചാരികളും വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണങ്ങളിൽ ഇവിടേക്കുള്ള യാത്രയെ നിർലോഭം വിവരിക്കുന്നതായി കാണാം. ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും പേരിലുള്ള ബാബാ പാതയും മാമാ പാതയും ഉണ്ടായിരുന്നെന്നും അതിൽ ബാബാ പാത ഏറ്റവും ദുർഘടമായിരുന്നെന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഏറെ ദുഷ്കരമായിരുന്ന വഴിയിൽ പിടിച്ചു കയറാൻ 10 ചങ്ങലകൾ തൂക്കിയിട്ടിരുന്നുവെന്നും ഇബ്നു ബത്തൂത്ത പറയുന്നു. 10ാമത്തെ ചങ്ങല തൂക്കിയ സ്ഥലത്തിന് സാക്ഷ്യസ്ഥാനമെന്നായിരുന്നത്രേ പേര്. കാരണം അവിടെ എത്തുമ്പോഴേക്കും തീർത്ഥാടകർ മരണത്തെ മുന്നിൽ കണ്ടെന്ന വണ്ണം സാക്ഷ്യം ചൊല്ലിയിരുന്നുവത്രേ. എന്നാൽ ഇന്ന് ചങ്ങലകളില്ല, മറിച്ച് വൃത്തിയായി കെട്ടിയൊതുക്കിയ ചവിട്ടുപടികൾ. ഇടയ്ക്കിടെ വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും സൗകര്യമൊരുക്കിയിരിക്കുന്നു. മലയുടെ പവിത്രത നിലനിർത്തുന്നതിൽ തീർത്ഥാടകരും ഭരണകൂടവും നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. ഹിലർ നബി, ആദം നബിയുടെ മകൻ ശീസ് നബി, മാസിഡോണിയൻ രാജാവ് അലക്സാണ്ടർ ചക്രവർത്തി എന്നിവരുടെ പേരിലുള്ള ഗുഹകൾ മലയടിവാരത്തിൽ കണ്ടിരുന്നതായും ഇബ്നു ബത്തൂത്ത കുറിച്ചിട്ടുണ്ട്. ഏറ്റവും തിരക്കുള്ള തീർത്ഥാടന കാലത്ത് ആഴ്ചയിൽ 20,000 പേർ മല കയറുമെന്നാണ് കണക്ക്. നിരവധി തീർത്ഥാടകർ ഇതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുക പതിവാണ്. മലയുടെ മുകൾ ഭാഗത്തെത്തുന്നതിനനുസരിച്ച് കയറ്റം കൂടുതൽ ദുഷ്കരമാവുന്നു. ഏറ്റവും മുകളിലെ ഈ പടികൾ കൈവരികളിൽ തൂങ്ങിപ്പിടിച്ചു വേണം കയറാൻ. എന്നിട്ടും വൃദ്ധന്മാരും ചെറിയ കുട്ടികളും വരെ ഇവിടെ എത്തിയിരിക്കുന്നു. ഒറ്റക്കാലിൽ കയറുന്ന ഒരാളെ ഞങ്ങൾക്ക് കാണാനായി. 31ാമത്തെ തവണയാണത്രേ ഇയാൾ ഇവിടെ എത്തുന്നത്. മലയുടെ ഉച്ചിയിൽ 74 അടി നീളവും 24 അടി വീതിയുമുള്ള പാറപ്പരപ്പാണ്. ഇവിടെയാണ് വിശുദ്ധപാദം പതിഞ്ഞത്. എന്നാൽ ഇന്ന് ആ കാലടിപ്പാട് കാണാനാവില്ല. പകരം ബുദ്ധവിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത കാലടിപ്പാടിന്റെ മാതൃകയാണുള്ളത്. දෙවෙනි ගමන වැඩම කළා නාගදීපෙට. ඊළඟට තුන්වෙනි ගමන ආයිමත් කැලණියට. කැලණියට වැඩියට පස්සේදී කැලණි ගඟේ ආරම්භය මේ කන්ද. ഇന്ദ്രനീലക്കല്ലിലാണ് ആദം നബിയുടെ കാൽപ്പാട് പതിഞ്ഞത്. ഇപ്പോഴത് ഈ പാറയുടെ ഉള്ളിൽ ഏതാനുമടി താഴ്ചയിലാണുള്ളത്. കാലടിയുടെ യഥാർത്ഥ രൂപം കണ്ടതായി ഇബ്നു ബത്തൂത്തയും 1817 ഇവിടെ എത്തിയ ജോൺ ഡേവിഡും രേഖപ്പെടുത്തുന്നു.
ഭൂമിയിൽ മനുഷ്യന്റെ ആദ്യ സ്പർശമേറ്റ ഈ നെറുകയിൽ മനസ്സ് യുഗാന്തരങ്ങൾക്കപ്പുറത്തേക്ക് യാത്രയാകാതിരിക്കില്ല. പ്രവാചകന്മാരും പുണ്യാത്മാക്കളും ധിക്കാരികളും രാജാക്കന്മാരുമൊക്കെ കടന്നുപോയ ചരിത്ര വഴികൾ, പ്രളയവും പ്രകമ്പനങ്ങളും അതിജീവിച്ച മനുഷ്യകുലം. ആ പരമ്പരയുടെ ആദ്യ ചലനമായി ഒരൊറ്റ മനുഷ്യൻ ഈ ഉച്ചിയിലിറങ്ങി. മനുഷ്യന്റെ ഭൂമിയിലെ ആദ്യ പ്രതിനിധി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തുന്ന ആദം നബിയുടെ വികാര വിചാരങ്ങളെ വരച്ചിടാൻ ഈ വാക്കുകൾക്കും ദൃശ്യങ്ങൾക്കുമാവില്ല. ഭൂമിയിലേക്ക് ആദ്യമെത്തുന്ന മനുഷ്യന് സ്ഥലകാല വിഭ്രമമുണ്ടാകരുതെന്ന് കരുതിയാണാവോ അല്ലാഹു ഈ പ്രദേശത്തെ ഇത്രയും സുന്ദരമാക്കി വെച്ചത്. അപൂർവമായി മാത്രം കാണുന്ന മരങ്ങളും പക്ഷികളും പൂക്കളും പൂമ്പാറ്റകളും ഇപ്പോൾ ഞങ്ങൾ മേഘങ്ങൾക്ക് മുകളിലാണ്. മഞ്ഞുകണങ്ങൾ നിറഞ്ഞ കാറ്റിൽ താഴേക്കുള്ള കാഴ്ചകൾ മറയുന്നു. ഇടയ്ക്കു തെളിഞ്ഞു വരുന്ന കാഴ്ചയിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഷണം വിരിച്ചിട്ട പോലെ. ആദം മല ലക്ഷ്യമാക്കി യാത്ര തിരിച്ച അറബികൾ കേരളത്തെ ഇടത്താവളമാക്കിയതിലൂടെയാണ് ഇന്ത്യയുമായുള്ള അറബികളുടെ ബന്ധം തുടങ്ങുന്നത്. ഇക്കാര്യം തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നുണ്ട്. തിരുനബിയുടെ ജനനത്തിനു മുമ്പേ ഈ ബന്ധമുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം. ശ്രീലങ്കയിലെ ഇസ്ലാമിക ചരിത്രത്തിലും അറബികളുടെ ഈ യാത്രകളുടെ സ്വാധീനം കാണാം. കച്ചവടക്കാരായി മൊറോക്കോയിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും മലേഷ്യയിൽ നിന്നും വന്നവർ ഈ പവിഴ ദ്വീപിലെത്തി. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിന് അറബികളുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അവിടെ നിന്ന് 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ കൂട്ടമായി കൊളംബോയിലെത്തി. തീരപ്രദേശങ്ങളായ കൊളംബോ, ബെറുവല എന്നിവിടങ്ങളിലാണ് മുസ്ലിങ്ങളുടെ ആദ്യ കുടിയേറ്റമുണ്ടായത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടെ അറബികളുമായുള്ള വ്യാപാര ബന്ധത്തിന് മങ്ങലേറ്റു. മറ്റെല്ലായിടത്തുമെന്ന പോലെ പോർച്ചുഗൽ സൈന്യം വളരെ ക്രൂരമായാണ് മുസ്ലിങ്ങളെ നേരിട്ടത്. കോഴിക്കോട്ടുനിന്ന് സാമൂതിരി പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ ശ്രീലങ്കൻ തീരത്തേക്ക് സൈന്യത്തെ അയച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ശ്രീലങ്കയിലെങ്ങും ഇന്ന് മുസ്ലിം സാന്നിധ്യം ദൃശ്യമാണ്. പ്രധാനമായും തമിഴ് സംസാരിക്കുന്ന ഇവർ പൈതൃകങ്ങളെയും പാരമ്പര്യ ആചാരാനുഷ്ഠാനങ്ങളെയും നിധി പോലെ കാത്തുപോരുന്നു. നമ്മുടെ അറബി മലയാളം പോലെ ശ്രീലങ്കയിൽ അറബി തമിഴും രൂപം കൊണ്ടു. പുണ്യപുരുഷന്മാരും സയ്യിദ് കുടുംബങ്ങളുമാണ് ഇന്നും ശ്രീലങ്കൻ മുസ്ലിങ്ങളുടെ
ആശ്രയ കേന്ദ്രങ്ങൾ. ജിഫ്രി, ബാലവി, ഖാദിരി തുടങ്ങിയ തുരീഖത്തുകൾക്ക് ഇവിടെ വലിയ സ്വാധീനമുണ്ട്. കണ്ണൂരിൽ നിന്ന് ശ്രീലങ്കയിലെത്തി അരനൂറ്റാണ്ടിലധികം അവിടെ സേവനം ചെയ്ത അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങൾ ഏവർക്കും ആദരണീയനായിരുന്നു. ഭരണകൂടങ്ങളും വിവിധ മതസ്ഥരും ആദരിക്കുകയും ഉപദേശം തേടുകയും ചെയ്തിരുന്ന ഇദ്ദേഹം 2006 മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് മുഹമ്മദ് അസ്ലം തങ്ങൾ ഇപ്പോൾ പിതാവിന്റെ വഴിയിൽ സേവന രംഗത്തുണ്ട്. ശ്രീലങ്ക ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളിയായ PB ഇമ്പിച്ചി ഹാജിയെ അവഗണിക്കാനാവില്ല. പതിറ്റാണ്ടുകളോളം കൊളംബോയിലെ ബിസിനസ് രംഗത്തെ അധികായനായിരുന്നു ചാലിയത്തുകാരനായ അദ്ദേഹം. മത സാമൂഹിക രംഗത്തും അദ്ദേഹം തന്റേതായ മുദ്ര പതിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത്താണിയായിരുന്ന ഇമ്പിച്ചി ഹാജിക്ക് ബ്രിട്ടീഷ് സർക്കാർ JP പദവി അഥവാ ജസ്റ്റിസ് ഓഫ് പീസ് എന്ന സ്ഥാനം നൽകിയിരുന്നു. കൊളംബോ ടൗണിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച തലയെടുപ്പുള്ള പള്ളിയുടെ ഒരു ഭാഗത്താണ് ഇമ്പിച്ചി ഹാജി അന്ത്യവിശ്രമം കൊള്ളുന്നത്. பள்ளிவாசலுடைய முழு முன்னேற்றமும் இன்று வரைக்கும் PB உம்மிச்சி அவர்களுடைய பொறுப்பிலேயே இருந்து கொண்டிருக்கிறது. வேறு எந்த மனிதருடைய உதவியும் இல்லாமல் அந்த உம்மிச்சி ஹாஜியார் அவர்கள் விட்டு சென்ற சொத்துக்களின் மூலமாக வரக்கூடிய ஆதாயங்களை கொண்டுதான் இந்த பள்ளியில் இமாம்கள் 2 பேர் இருக்கின்றார்கள், முஅத்தின்மார் 2 பேர் இருக்கின்றார்கள், காவலாளி ஒருவர் இருக்கின்றார். மின்சார கட்டணங்கள், தண்ணீர் கட்டணங்கள் போன்றவற்றையெல்லாம் அல்ஹாஜ் PB உம்மிச்சி அவர்களின் மூலமாக வரக்கூடிய அவர்களுடைய கடைகள் இங்கு இருப்பதனால் அந்த கடைகளை எல்லாம் இந்த பள்ளிக்கு வக்ஃப் செய்து விட்டு சென்றதன் காரணமாக அதிலிருந்து வரக்கூடிய வருவாயின் மூலமாகத்தான் இன்று வரைக்கும் இந்த பள்ளிவாசல் പരിപാലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചാലിയത്തെ പ്രസിദ്ധമായ ഇമ്പിച്ചി ഹാജി സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഊഷ്മളമായ ഇന്ത്യ ശ്രീലങ്കൻ ബന്ധത്തിന്റെ അംബാസിഡറും മുസ്ലിം പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വക്താവുമായിരുന്നു ഇമ്പിച്ചി ഹാജി. അത്തരത്തിലുള്ള ഒരു ആദരവ് നൽകാൻ നമുക്കായിട്ടുണ്ടോ എന്ന ചോദ്യമായിരുന്നു ആ മക്ബറയിൽ സലാം പറഞ്ഞു പിരിയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ. കൊളംബോ സിറ്റിയുടെ അടയാളങ്ങളിലൊന്നായ ദേവത്ഗാഹ് മസ്ജിദും ദർഗയും പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. നൂറ്റിയൻപത് വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഈ മക്ബറ ഷെയ്ഖ് ഉസ്മാൻ സിദ്ദീഖ് ഇബ്നു അബ്ദുറഹ്മാൻ എന്നിവരുടേതാണ്. The superintendent of the estate, this was an estate at that time, Silman estate. So the superintendent of the estate came to the scene. He saw this oil lamp burning. He kicked the oil lamp
and then he broke all the fence, everything, and went away. In the same night, the superintendent was flogged by the saint, and at the same time instructed the Ayurvedic Dr. Vaminalape to go to the place once again. So when he came here, he found that the superintendent had come to the scene and mending the place again, keeping an oil lamp, everything, and then mending the place. So after that, people started gradually coming in. So this is how this started. ദർഗയുടെ പരിസരത്ത് മൗലീദിനും റാത്തീബിനും വേണ്ടി പ്രത്യേകമായുണ്ടാക്കിയ ഹാൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. മൗലിദ് സദസ്സിൽ സംബന്ധിക്കാൻ നിരവധി പേർ പള്ളിയിലെത്തിയിരുന്നു. ശ്രീലങ്കയിലെ മറ്റൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കൊളുത്തുറ ജില്ലയിലെ ബെരുവല കെച്ചിമല ദർഗ. യമനിലെ ഹളർ മൌത്തിൽ നിന്നുമെത്തിയ ഷെയ്ഖ് സുൽത്താൻ അഷ്റഫ് എന്നിവരുടെ മക്ബറയാണിത്. ஷேக் அஷ்ரஃப் அலிலா அவங்க யமன்லேருந்து வந்தது. ஹலர் மவுத் அதுலேருந்து இஸ்லாமிய பிரச்சாரத்துக்காக வேண்டி 800ஆம் ஆண்டில் ஸ்ரீலங்காவுக்கு வந்தாங்க. அது அப்புறம் முஸ்லீம்களோட ஒத்துமையாகி இங்கேருந்து இஸ்லாமிய சேதுக்காக இந்த நாட்டிலேருந்து வந்திருக்காங்க. இவங்க இங்கே இந்த இடத்துல அவங்கள அடங்கப்பட்டாங்க. இது அப்போ கடல் ரவுணுமே எல்லாம் கடல் தான், காடாய் கடல் தீவுமாய் அப்படி இருந்து அப்படி கொஞ்சம் நாள் இது பண்ணிக்கல. இவங்கள வெளியானுமே அது போகிற முஸ்லீம்களில் இவங்களோட ஒரு பாட்டான் ஷேக் யூசுஃப் வந்து அவங்களுக்கு கனவுல வந்து காட்டிக்கலாம், இந்த நேரத்தில் அடங்கிக்க நீங்கள் இதை தொடர்ந்து இந்த விசாரத்தை ശരി. വാസ്തുശില്പ ഭംഗിയും നിർമ്മാണ ചാതുരിയും സമ്മേളിക്കുന്ന പള്ളി കടലിന്റെ ശാന്ത സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ഷെയ്ഖ് അഷ്റഫ് പായക്കപ്പലിൽ കുടുംബസമേതമാണ് ഈ തീരത്തെത്തിയത്. അന്നത്തെ സിംഹള രാജാവ് അവരെ ഹാർദവമായി സ്വീകരിച്ചു. കൊട്ടാരത്തിൽ താമസ സൗകര്യം നൽകി. എന്നാൽ ആരാധനയ്ക്ക് കൂടുതൽ സൗകര്യത്തിനു വേണ്ടി കൊട്ടാരം ഉപേക്ഷിച്ച് ഈ പ്രദേശത്ത് താവളമാക്കുകയായിരുന്നു. ദർഗയുടെ പരിസരത്ത് പ്രവർത്തിക്കുന്ന അഷ്റഫിയ അറബിക് കോളേജ് ശ്രീലങ്കയിലെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രമാണ്. രത്നപുര ജില്ലയിലെ ദഫ്തർ ജൈലാൻ എന്ന സ്ഥലം വിവിധ സംസ്കാരങ്ങളുടെ സംഗമസ്ഥാനമാണ്. കൊളംബോയിൽ നിന്ന് 3 മണിക്കൂർ മലഞ്ചെരിവുകളിലൂടെ യാത്ര ചെയ്യണം ഇവിടെയെത്താൻ. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, നാഗൂരിലെ ശൈഖ് മീരാൻ തുടങ്ങിയ മഹാന്മാർ ധ്യാനത്തിലിരുന്ന സ്ഥലമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിതുവങ്കല, കുറുകല എന്നീ 2 വലിയ പാറക്കെട്ടുകൾക്കിടയിലെ പ്രദേശമാണിത്.
ഭൂപ്രകൃതി കൊണ്ടും ഇടതങ്ങി വളരുന്ന വൃക്ഷങ്ങളാലും നിഗൂഢത മുറ്റി നിൽക്കുന്നതാണ് ഇവിടുത്തെ അന്തരീക്ഷം. കുറുകലയിലെ ഗുഹയ്ക്കകത്ത് നിരവധി മഹത്തുക്കൾ ധ്യാനത്തിലിരുന്നെന്ന് ചരിത്രം പറയുന്നു. ഗുഹയുടെ ഇടതുഭാഗത്തെ വഴി 500 അടി താഴ്ചയിലുള്ള കൽത്തോട്ട സമതലത്തിലേക്കുള്ള മനോഹരമായ കാഴ്ചയൊരുക്കുന്നതാണ്. ഇവിടെയാണത്രേ മുഹീദ്ദീൻ ഷെയ്ഖ് പ്രാർത്ഥനയിലിരുന്നത്. വലതുഭാഗത്തേക്ക് പോയാൽ ഇരുട്ടു നിറഞ്ഞു കിടക്കുന്ന വലിയൊരു ഗുഹയാണ്. ഹിതുവങ്കലിയിൽ 1922 നിർമ്മിച്ച പള്ളിയും സമീപത്തായി ഏതാനും മക്ബറകളുമുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വഴി പിന്തുടർന്ന് നാഗൂർ ഷെയ്ഖ് ഇവിടെ എത്തിയെന്ന് കൊളറാഡോ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മക് ഗിൽഖറെ പറയുന്നു. ജിന്നമലയെന്ന് വിളിക്കപ്പെടുന്ന ഈ പാറക്കെട്ടിൽ ഹിജ്റ 300 എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. പുരാതന കാലം മുതലേ ഇവിടെ മുസ്ലിം കേന്ദ്രമായിരുന്നുവെന്നതിന്റെ തെളിവായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആദമലയിലേക്കുള്ള വഴിയിലാണ് ദഫ്തർ ജൈലാനി എന്നതിനാൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാണ്. റബീഉൽ ആഖറിലാണ് ഇവിടുത്തെ ഉറൂസ് നടക്കുന്നത്. അന്ന് ഈ പ്രദേശം ജനനിബിഡമായി തീരും. ആഗ്രഹപൂർത്തീകരണം നേടിയ വിശ്വാസികൾ തൂക്കിയിട്ട ഈ കൊടികൾ ജൈലാനിയിലെ നിറഞ്ഞ കാഴ്ചയാണ്. റിഫായി റാത്തീബിന്റെ ശ്രീലങ്കയിലെ പ്രധാന കേന്ദ്രവുമാണ് ഈ പ്രദേശം. ஒளிமாறுகளுக்கு இப்போ ஒரு 100 வருடங்களுக்கு முன்ன ஒளித்தனம் கொடுக்கப்படுற இடம். வனவாசிகளாக திரிஞ்சவங்க இருக்காங்க, அவங்களுக்கு அழைப்பிச்சு எல்லாம் காடு தான். யானைகளும் வண்டி இந்த புலிகளும் இருந்து வாழ்றதுக்கு அந்த ஜமானில் பலாங்குடையிலேருந்து நடந்து தான் வந்திருக்கிறாங்க. இந்த பக்கம் பூரா அம்பந்தோட்ட வரையில் நடந்து தான் வந்திருக்கிறாங்க. அப்போ ஒளிமாறுகளுக்கு ஒளித்தனம் கொடுத்தது யார்? மொஹிதீன் அப்துல் காதிர் ஜெயிலானி. மொஹிதீன் அப்துல் காதிர் ஜெயிலானி ஹாலராகும் போது ஸல்லல்லாஹு அலைஹி வஸல்லம் ஹாலரா இல்லையா? ஹிதர் அலைஹிஸ்ஸலாம் ஹாலரா இல்லையா? மற்ற நாகூர் ஆண்டவர்கள், ஹாஜா நாயம், மற்ற ஒளிமார்கள் ஒரு சபையே கூடித்தானே கொடுத்துருப்பாங்க. அப்படிப்பட்ட ரகசியம் உண்டான இடம். ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സംരക്ഷിത കേന്ദ്രമായ ജൈലാനി ബുദ്ധസന്യാസിമാരുടെ താവളവുമായിരുന്നെന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അലുദ്ഗമയിലെ ദർഗാ പട്ടണം മറ്റൊരു പ്രധാന മുസ്ലിം കേന്ദ്രമാണ്. ആലിം സാഹിബ് എന്ന പേരിൽ വിശ്രുതനായ ഷെയ്ഖ് ഹസൻ ബിൻ ഉസ്മാൻ മഖ്ദൂമിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1785 ഗലിയിലെ ഷോലയിൽ ജനിച്ച ഇദ്ദേഹം ത്വരീഖത്തുകളുടെ ഗുരു കൂടിയായിരുന്നു. 1866 മരണപ്പെട്ട മഖ്ദൂമിന്റെ പേരിൽ എല്ലാ വർഷവും ഉറൂസ് നടക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കി വെച്ചാണ് ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്നും മടങ്ങിയത്. ചരിത്രവീഥിയുടെ 1ാം ഭാഗത്തിനു വേണ്ടി ആദിപിതാവിന്റെ കാൽപ്പാടുകൾ പകർത്താനായതിന്റെ ധന്യതയിലായിരുന്നു ഞങ്ങൾ. സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ചെറുഭാവങ്ങൾ പോലും ജീവനായി കരുതുന്ന മനുഷ്യജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തവർ, അനാഥർ, ആലംബഹീനർ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ ബാധിച്ചവർ, പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർ, നിസ്സഹായമായ ഈ ജീവിതങ്ങളിലേക്ക് ആശയും പ്രകാശവും കോരിയിടുകയാണ് മഅദിനു സഖാഫത്തിൽ ഇസ്ലാമിയ.
അന്നവും അറിവും നൽകി പുതിയ ജീവിത സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും മഅദിൻ വഴി നടത്തുന്നു. There is no creature among us, upon the air or in the sea, that does not sing with wonder, praising in community. La ilaha illallah, la ilaha. കിൻഡർഗാർട്ടൻ തൊട്ട് ബിരുദാനന്തര തലം വരെയുള്ള പഠനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന മഅദിൻ ക്യാമ്പസ് അറിവിനെ അമൃതായി കരുതുന്നവരുടെ ആശ്രയ കേന്ദ്രമാണ്. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവും അന്നവും നൽകി മഹത്തായൊരു വിജ്ഞാന വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണിവിടെ. വിനീതമായ അടിത്തറയിൽ നിന്നുകൊണ്ട് അനന്ത സാധ്യതകളുടെ പ്രകാശവാതിലുകളാണ് മഅദിൻ തുറന്നിടുന്നത്. മഅദിൻ ക്യാമ്പസിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു. ജനമനസ്സുകളിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ വേരുകൾ. ജനങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്കും ദൈന്യതകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിനെ ജീവസുറ്റതാക്കുന്നു. നൊമ്പരങ്ങൾ ഇറക്കിവെക്കാനും അല്ലാഹുവിന്റെ കൃപാകടാക്ഷങ്ങൾ ഇരുന്നു വാങ്ങാനുമുള്ള പ്രാർത്ഥന നഗരിയാണിന്ന് വിശ്വാസികൾക്ക് സ്വലാത്ത് നഗർ. മതധാർമ്മിക മൂല്യങ്ങളുടെ അന്തസത്ത തേടുന്ന അധ്യാപനങ്ങളും ഉത്ബോധനങ്ങളും നാടിന്റെ ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതാണ്. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം, അനാഥാലയം, അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം, ശരീഅത്ത് കോളേജ്, തഹ്ഫീദുൽ ഖുർആൻ കോളേജ്, റെസിഡൻഷ്യൽ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ, ദൗവ കോളേജ്, ബോർഡിംഗ് സ്കൂൾ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ, സ്കൂൾ ഓഫ് ഖുർആൻ, പബ്ലിഷിംഗ് സെന്റർ, സ്കൂൾ ഓഫ് ജേർണലിസം, കമ്പ്യൂട്ടർ സെന്റർ എന്നീ സ്ഥാപനങ്ങളാണ് മഅദിൻ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇവയ്ക്കു പുറമെ വിജ്ഞാന കാരുണ്യ സംരംഭങ്ങളായ കാരുണ്യത്തിന്റെ കൈനീട്ടം, വിജയരേഖ, റൈറ്റേഴ്സ് ഫോറം, മോറൽ സ്റ്റഡി സെന്റർ തുടങ്ങിയവയും സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഈ ജൈത്രയാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, സ്വലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 0483-273-8343, 273-7076. ഫാക്സ് 0483-273-1145. വെബ്സൈറ്റ് www.mahadinonline.org. ആത്മീയതയുടെ അറിവും കനിവുമായി നന്മയുടെ വ്യാഴവട്ടത്തിലേക്ക് കടക്കുന്ന മഅദിനു സക്കാഫത്തിൽ ഇസ്ലാമിയയുടെ ഒരാണ്ട് നീളുന്ന വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഏപ്രിൽ 3 വ്യാഴാഴ്ച മലപ്പുറം സ്വലാത്ത് നഗറിൽ ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അന്താരാഷ്ട്ര പണ്ഡിതരുടെയും വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിലാണ് യംഗൗമിയം എന്ന പേരിലുള്ള പരിപാടികൾക്ക് ആരംഭമായത്.